എന്തടേ, നിനക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ലേ? ഞാൻ കളിച്ച് കാണിച്ചു തരാം. കിക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതെയോ, ഇങ്ങനെയാണോ കളിക്കേണ്ടത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി അടുത്ത ഞാൻ കളിക്കാം. എടാ, ബോൾ ഇപ്പൊ പുറത്തു പോയല്ലോ. ഇനി എങ്ങനെ നമ്മൾ കളിക്കുക? ചെറിയ കാര്യല്ലേ, ബോള് പുറത്തു പോയില്ലേ, അപ്പൊ നമുക്ക് പുറത്തു പോയി കളിക്കാം. എടാ, പുറത്തു പോയ റോഡിൽ കളിക്കാൻ പറ്റുമോ? അണി, നീ പുറത്തു പോയ ബോൾ എടുത്തോണ്ട് വാ. കൊള്ളാലോ ഇത്. ഈ വെള്ള ബോൾ എന്തായാലും വലിയ ബോളാണല്ലോ. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബണ്ണിക്ക് വലിയ സന്തോഷാവും. അവൻ എന്നെ അഭിനന്ദിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്ക്. പുതിയ ബോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എടാ, അതൊക്കെ ശരി. എടാ, നമ്മുടെ ഫുട്ബോൾ എവിടെ? പഴയ ബോളിനെ മറന്നേക്ക്. പുതിയ ബോൾ കൊണ്ടുവന്നിരിക്കല്ലേ, അതിന് സന്തോഷിക്ക്. കൊച്ചളിയ, ഇവൻ എങ്ങനെ ബോളിന്റെ അകത്തേക്ക് കയറിയത്? എടാ മരമണ്ട, ഇത് ബോളല്ല, മുട്ടയാ, മുട്ട. ഡൈനോസറിന്റെ കുട്ടിയാ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നേ. ആരാ നീയ്? ചേട്ടാ, ഞാന് കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടിയാണ്. കൊള്ളാലോ, ഡൈനോസറിന്റെ കുട്ടിയോ? എടാ എടാ, ഇതെന്താ, ഇവൻ വലുതാവാണല്ലോ. എന്റെ അമ്മേ, ഇത് എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. ബനി, ഈ ഡൈനോസറിന്റെ കുട്ടിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ആദ്യം നമുക്ക് ഇവനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാം. കൊള്ളാലോ, നല്ല രസമുണ്ട്. നമുക്ക് പുറത്തേക്ക് പോയാലോ? ഇത് നോക്ക്, മിണ്ടാതിരിക്ക. ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. നിനക്ക് കളിക്കണമല്ലേ? നിങ്ങൾ എന്നെ പേടിപ്പെടുത്തരുത്. ഞാൻ കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടിയാണ്. വലിയവരെ അടിക്കാണോ നീ? കൊച്ചളിയ, ഇവനിപ്പോ നിന്നേക്കാളും വലുതായിരിക്കുക. മിണ്ടാതിരുന്നോ, അല്ലെങ്കിലേ ഇവൻ നിന്റെ പുറത്ത് കൈവയ്ക്കും. എന്റെ പണി തീർന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കുക. അവന് പണി തീർത്തിട്ട് അല്ലേ? അവനിപ്പോ പഞ്ചാമൃതം പോലെ ആയടാ. എന്നെ കൊണ്ട് ഇങ്ങനെ പഞ്ചാമൃതം ആക്കാൻ കഴിയും? ഞാൻ കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടിയാണ്. ഒരു കാര്യം ചെയ്യാം, ഇവന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ആഹാരം കൊടുക്കാം. അപ്പൊ ഇവൻ കുറച്ചു സമയം മിണ്ടാതിരിക്കും. ആദ്യം നീ അവനോട് ചോദിക്കേ, അവൻ എന്താ വേണ്ടതെന്ന്. ചൈനീസ് ആണോ കോണ്ടിനെന്റൽ ആണോ എന്ന്. സോർദാറേ, നീ അകത്ത് പോയി പാലെടുത്തോണ്ട് വന്നേ. അല്ല, നീ എന്തായി കാണിക്കുന്നേ?
എല്ലാ പാലും നീ തീർത്തിരിക്കുകയാണല്ലോ. ഞാനിനി മാഡത്തോട് എന്താ പറയുക? പോ ഇവിടുന്ന് പോ. ഇത് വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുക. എടാ നീ എന്തായി കാണിച്ചത്? മാഡത്തിന്റെ ഫേവറേറ്റ് ഫ്ലവർ പോട്ടാണ് നീ പൊടിച്ചത്. നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? എനിക്കങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടിയാണ് കൂട്ടുകാരെ. നീ ഇപ്പൊ ഒരു കുട്ടിയാനയുടെ സൈസിലായി എന്നിട്ട് പറയുക കുഞ്ഞ് അത്ര ചെറുതാ അത്ര ഇത്തിരി പോന്ന കുട്ടിയാണ് അത്ര. നോക്ക്, ഇവനെ എത്രയും പെട്ടെന്ന് ഹാളിൽ നിന്ന് പുറത്താക്കണം. ഇവിടെ തന്നെ നിന്ന് ഇവൻ ഇനി വലുതായി കഴിഞ്ഞാ പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ തള്ളു, അങ്ങനെ തള്ളു. നമ്മള് പറക്കുവാ. വിട് വിട് എന്നെ വിട്, എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ വിട് പ്ലീസ്. കൊച്ചളിയ എന്നെ രക്ഷിക്ക്. നീ എന്തായി കാണിക്കുന്നത്? എന്നെ മുകളിലേക്ക് കൊണ്ടുപോകരുത്, താഴേക്ക് ഇറക്കി വിട്. വേണ്ട, എനിക്ക് പറക്കാൻ ഇഷ്ടമല്ല. വേണ്ട, എന്നെ വെച്ച് കറക്കല്ലേ. രാവിലെ കഴിച്ച ടിഫിൻ പുറത്തേക്ക് വരും, പറഞ്ഞ കേക്ക്. എന്റെ പരുന്തി ചേട്ടാ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഈ ഡൈനോസർ റൈഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വേണ്ട, രസമുണ്ട്. വേണ്ട, എനിക്ക് എന്തായാലും ഇത് വലിയ രസമൊന്നും തോന്നുന്നില്ല. ഹണി, പോപ്പട്ടെ, ഇവനോടൊന്ന് മാറ്റിയേ പറ്റൂ. അതെ, മനുഷ്യരെങ്ങാനും ഈ ഡൈനോസർ കുട്ടിയെ കണ്ട ഇവരെ വെച്ച് തീർച്ചയായും എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങും. സംശയമുണ്ടോ? ശരി, ഇവൻ എങ്ങനെ ഇവിടുന്ന് പറപ്പിക്കുക? കൊച്ചളിയ, നമുക്ക് നൂല് കെട്ടി പറപ്പിക്കാന്നേ. നമ്മൾ പട്ടയൊക്കെ പറപ്പിക്കില്ലേ, അതുപോലെ. എടേ, ഇവൻ ഇതേ സ്പീഡിൽ വളരുവാണെങ്കിലേ പറക്കും തോന്നുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്താ ചേട്ടന്മാരെ, ഇതിനെ പൊട്ടിച്ചോ? ഞാൻ ചെറുതായ കുഞ്ഞായ ഇത്തിരി പോന്ന കുട്ടിയാണ് കൂട്ടുകാരെ. എടാ, കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടി, എഴുന്നേക്ക്. നമുക്ക് ആകാശത്ത് പോയി ഒരു വട്ടയിട്ട് പറക്കാം. അവൻ പോയി. എടാ പോപ്പട്ടെ, എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനും ഡൈനോസറും കൂടെ ആകാശത്ത് പറക്കുമായിരുന്നു. പറക്കാൻ പറ്റുന്നില്ലേ? തളർന്നു പോയോടെ. അതെ, ചുമ്മാ എന്നെ കളിയാക്കല്ലോ കേട്ടോ. ഞാൻ ചെറുതായ ഇത്തിരി പോന്ന കുഞ്ഞായ കുട്ടിയാണ് കേട്ടോ. കുട്ടിയോ? കുട്ടിയായിരുന്നിട്ടാണോ നീ പറക്കാൻ ആഗ്രഹിക്കുന്നത്? ആ, എനിക്ക് പറക്കണം. പറക്കാൻ പറ്റില്ല. നീ നമ്പർ 1 ലൂസറാണ്. ലൂസർ. എന്നെ ലൂസർ എന്ന് പറയാണോ? എനിക്ക് നിന്നെക്കാളും നന്നായിട്ട് പറക്കാൻ കഴിയും. അതെയോ? ചാലഞ്ചോ? ചാലഞ്ച് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് റേസ് തുടങ്ങാം. ഓഡിയൻസ്, ശരി എന്നാ സിഗ്നൽ. Red, yellow, green. ഓക്കെ, സ്റ്റാർട്ട്. എടാ, അങ്ങോട്ട് നോക്ക്. ദേ ഒരു ഡൈനോസർ പറക്കുന്നു. ശരിയാ. വെരി ഫണ്ണി. ഇനി എന്തായാലും ഞാനേ ജയിക്കുള്ളൂ. ബൈ ബൈ. കൊച്ചുകുട്ടിയുടെ തോറ്റല്ലോ നീ. ഒരു കാര്യം കേട്ടോ, പുറത്ത് ആൾക്കാര് പറന്നു പോകുന്ന ഒരു ഡൈനോസറിനെ കണ്ടു അത്രേ. അറിയാം മാഡം, പറപ്പിച്ചത് ഞങ്ങളാ. എന്താ പറഞ്ഞേ?
അത് ഡൈനോസർ അല്ല മാഡം, ഞങ്ങള് പട്ടം പറപ്പിച്ചതാ. നുണയാ. നിങ്ങൾ എന്തോ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാഡം, സത്യം എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ എല്ലാ പാലും കുടിച്ചു. നിങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾ കുടിച്ചു, ക്ഷമിക്കണം. ഇതിലിപ്പോ ചോദിക്കാൻ എന്താ ഉള്ളേ? ഇത് നിങ്ങളുടെയും കൂടി വീട് തന്നെയാ. ശരി, ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നേക്കാം. എടാ, നിനക്ക് തലയ്ക്കകത്തൊന്നുമില്ലേ? ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. നീ ഇങ്ങനെയല്ലേ കാര്യം പറയുന്നത്? ബുദ്ധിയില്ലേ നിനക്ക്?